ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത്, ചിക്കൻ മെഴുക്കുവരട്ടി. ഇതിന് കൂടുതൽ മസാലയൊന്നുമില്ല. പ്രധാനമായിട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഹായ്, നമസ്കാരം. സാവിത്രീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാവിത്രീസ് കിച്ചൺ ആഴ്ചയിൽ 2 വീഡിയോ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡും ചൈനീസ്, വെസ്റ്റേൺ, നോർത്ത് ഇന്ത്യൻ എല്ലാ ടൈപ്പ് ഫുഡുകളും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്, വീഡിയോ മിസ് ചെയ്യാതിരിക്കാനാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചിക്കൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു 500 ഗ്രാം ചിക്കൻ ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി അരിഞ്ഞത്, തേങ്ങാക്കൊത്ത്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, ഉപ്പ്, വേപ്പില, വെളിച്ചെണ്ണ. ഇതിൻ്റെ ചേരുവകളും ഉണ്ടാക്കുന്ന രീതിയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം ഈ തേങ്ങാക്കൊത്ത് ചിക്കനിലേക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഇനി മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. പാനൊന്ന് ചൂടാകുമ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി, കരിഞ്ഞു പോകരുത്. ഇത് മതിയാവും. ഈ ചൂടാക്കിയ പൊടി ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ചിക്കൻ പൊടികളൊക്കെ ഇട്ട് നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. കടുകിടാം. കറിവേപ്പില, ഈ അരിഞ്ഞ വെച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി കഴിയുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. അധികം മൊരിയണ്ട. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ എടുത്തേക്കണത്. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് എരിവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ നിന്ന് വെള്ളം വന്നോളൂ. ഇനി ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇനി വെന്ത് ഡ്രൈ ആകുമ്പോൾ എടുക്കാം. ഇപ്പോൾ ഒരു 18 മിനിറ്റായി ഈ പരുവം. ഈ പരുവത്തിൽ വേണമെങ്കിൽ എടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ചും കൂടി ഡ്രൈ ആക്കുന്നുണ്ട്. ഇനി തുറന്ന് വെച്ചൊന്ന് ഡ്രൈ ആക്കാം. ഞാനൊരു 5 മിനിറ്റും കൂടി ഡ്രൈ ആക്കി എടുത്ത്, ഇതിലും ഡ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ പരുവത്തിലാണ് എടുക്കുന്നത്. പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ ഇത് നല്ലത്. ഇത് ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.